ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിവാലൻസ് ക്ലാസസിനെയും പാർട്ടീഷൻസ് ഓഫ് എ സെറ്റിനെയും കുറിച്ചാണ്. Equivalence classes and partitions of a set. Define a relation R in A equal to 1, 2, 3, 4, 5, 6 by R equal to set of all ordered pair AB such that 3 divides A minus B. Then first write R in the roster form. Here the relation is 3 divides A minus B. That means A minus B is divisible by 3, or in other words A minus B is multiple of 3. അപ്പോൾ 1 എന്ന് പറഞ്ഞ എലമെന്റ് ഏതൊക്കെ എലമെന്റുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നോക്കാം. കൺസിഡർ 1. 1 minus 1. 1 minus 1 equal to 0. We can write 0 into 3. That means 0, 3 divides 0. Hence R equal to 1, 1. 1 related to 1. Next consider 1 minus 2. 1 minus 2 equal to minus 1. 3 not divides minus 1. Next 1 minus 3 equal to minus 2. 3 not divides minus 2. Next 1 minus 4. 1 minus 4 equal to minus 3. We can write minus 1 into 3. That is 3 divides minus 3. So 1, 4. Next 5 anengilo 1 minus 5 equal to minus 4. Not divides. 1 minus 6 equal to minus 5. Not 3 not divides minus 5. So 1 is related to 1. Reason എന്താ 1 minus 1 0 ആണ്. 3 divides 0. 1 minus 4 equal to minus 3 ആണ്. 3 divides minus 3. Next ഇതേത് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇതൊക്കെയാണ് 2 1 2 minus 1 equal to 1 ആണ്. 3 not divides 1. 2 2 0 ആണ്. 3 divides 0. 2 minus 3 not divide. 3 not divides 2 minus 4. 2 minus 4 equal to minus 2. 2 minus 5. 2 minus 5 equal to minus 3. That is 2 5. That means difference multiple of 3 ആണെന്ന് നോക്കിയാൽ മതി. 2 6 4 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യില്ല. നെക്സ്റ്റ് 3 ആണെങ്കിലോ ഫസ്റ്റ് 3 3 പിന്നെ ഏതാ കിട്ടുക 3 6. 4 ആണെങ്കിൽ 4 1. 4 minus 1 3 ആണ്. അപ്പൊ 4 1 പിന്നെ 4 4. മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ടുള്ള നമ്പർ 5 ആണെങ്കിൽ 5 2 വരും. 5 2 പിന്നെ 5 5. 6 3 വരും. 6 3 നെക്സ്റ്റ് 6 6. അപ്പൊ ഇത്രയും ഓർഡേഡ് പെയേഴ്സ് ആണ് റിലേഷൻ ആറിൽ ഉണ്ടാകുക. അപ്പൊ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആകുന്നത് ഇത്രയും ഓർഡേഡ് പെയേഴ്സിലാണ്. അപ്പൊ ഈ റിലേഷൻ ആറ് നമുക്ക് അറിയാം. ഈ റിലേഷൻ എന്താണ്? ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണ്. നെക്സ്റ്റ് 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എത്ര എലമെന്റ്സ് ആണ് ഉള്ളത്? 1 related to 1 and 1 related to 4. On is 1 and 4 related to 1. 2 related to 2 and 2 related to 5. 2 and 5 related to 2. Next 3 related to 3 related to 6
എലമെന്റ്സ് ഏതൊക്കെയാണ് 1, 4. ഇതിന് നമ്മൾ ഒരു ഇക്വിവാലൻസ് ക്ലാസ് എന്ന് പറയും. That is equivalence class containing 1 or equivalence class containing 4. രണ്ടും ഈക്വൽ ആണ്. ഇനി 2 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന 2, 5 അതെന്താണ് equivalence class containing 2. Next 3, 6 is equivalence class containing 3. അപ്പോൾ ഇവിടെ 3 ഇക്വിവാലൻസ് ക്ലാസ് ആണുള്ളത്. 1, 4, 2, 5, 3, 6. Equivalence class containing 1, equivalence class containing 2, equivalence class containing 3. ഇനി ഈ ഇക്വിവാലൻസ് ക്ലാസ് എന്ത് ചെയ്യും? ഈ എന്ന് പറഞ്ഞ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യും. അപ്പൊ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞ സെറ്റ് നമുക്ക് നോക്കാം. എ ഇതിനെ നമ്മൾ A1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതിനെ A2, ഇതിനെ A3. Then what is A1 union A2 union A3? 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. That means A. 3 ഇക്വിവാലൻസ് ക്ലാസ് ആണുള്ളത്. ഇസ് A1 യൂണിയൻ A2 യൂണിയൻ A3 ഈക്വൽ ടു A. നെക്സ്റ്റ് ഇതിൽ കോമൺ എലമെന്റ്സ് ഉണ്ടോ? A1 ഇന്റർസെക്ഷൻ A2 ഈക്വൽ ടു നൾ സെറ്റ്. A1 ഇന്റർസെക്ഷൻ A3 ഈക്വൽ ടു നൾ സെറ്റ്. A3 intersection A2 equal to null set. That means AI intersection AJ equal to 5. അപ്പോൾ ഇവിടെ 3 സെറ്റ് ആണുള്ളത്. ആ 3 സെറ്റിന്റെയും യൂണിയൻ എ ആയിട്ട് കിട്ടുന്നു. പിന്നെ അതിലെന്തില്ല? കോമൺ എലമെന്റ്സ് ഇല്ല. ദാറ്റ് മീൻസ് ഒരു സെറ്റിലെ എലമെന്റ് മറ്റൊരു സെറ്റിലെ എലമെന്റുമായിട്ട് എന്തല്ല? റിലേറ്റഡ് അല്ല. ആ സെറ്റിലെ എലമെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? റിലേറ്റഡ് ആണ്. അപ്പോ A1, A2, A3 നമ്മൾ എന്ത് പറയും? പാർട്ടീഷൻ ഓഫ് ദ സെറ്റ് എ എന്ന് പറയുന്നു. A1, A2, A3 ഈസ് ദ പാർട്ടീഷൻ ഓഫ് ദ സെറ്റ് എ. അപ്പോ നെക്സ്റ്റ് ഡിഫൈൻ റിലേഷൻ R in set of integers by R equal to set of all ordered pair 3 divides A minus B. അപ്പോൾ 3 divides A minus B. This A minus B is a multiple of 3 or A minus B is divisible by 3. അതെന്നും പറയാം. അപ്പൊ നമുക്ക് 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. 1 ആയിട്ട് ഏത് റിലേറ്റ് ചെയ്യും? 1 റിലേറ്റ് ചെയ്യും. 1 മൈനസ് 1 0 ആണ്. ഇനി മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ? 1 മൈനസ് 4 വേണം. 1 മൈനസ് 4 ഈക്വൽ ടു മൈനസ് 3 ആണ്. നെക്സ്റ്റ് ഏതാ വേണ്ടേ? 1 മൈനസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആകണമെങ്കിൽ 1 മൈനസ് 7. 1, 4, 7. നെക്സ്റ്റ് 10. 1 minus 10 equal to minus 9. Next 1 minus 13. ഇവിടെ ആണെങ്കിലോ 1 കഴിഞ്ഞാൽ ഈ സൈഡിൽ ഏതാ വരിക? പിന്നെ 1 minus minus 2 equal to 3 അല്ലേ? 3 multiple of minus 2. Next multiple of 3 വരുന്നത് 1 minus minus 5 is minus 5 etc. അപ്പോൾ 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് എക്സെട്ര മൈനസ് 5, മൈനസ് 2, 1, 4, 7, 10 എക്സെട്ര. നെക്സ്റ്റ് 2 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 ഡിവൈഡ്സ് 2 മൈനസ് ബിയുടെ വാല്യൂസ് ആണ് നമ്മൾ എഴുതുക. ഫസ്റ്റ് 2 മൈനസ് 2 ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് 2 മൈനസ് 5 ഈക്വൽ ടു 3 മൈനസ് 3 ആണല്ലോ. 5, നെക്സ്റ്റ് 8, 11, 14 എക്സെട്ര. ഈ സൈഡിലോ
2 minus 1. 3 ആണ് ആൻസർ വരുന്നത്. അപ്പൊ -1, നെക്സ്റ്റ് 2 minus 4, -4, etc. നെക്സ്റ്റ് 3 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലമെന്റ് ഫസ്റ്റ് 0. 3 minus 0 3 ആണ്. പിന്നെ 3 minus 3 6, 9, etc. നെക്സ്റ്റ് 3 minus 3 minus 6, etc. അപ്പോൾ ദിസ് വൺ ഇക്വിവാലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1 ആണ്. ഇതിന് ഇക്വിവാലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1, ഇത് ഇക്വിവാലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 2, this equivalence containing 3 or 0. Equivalence class containing 0, equivalence class containing 2, equivalence class containing 1. Complete elements വരുന്നത് ഏതൊക്കെ? 0, 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ -1, -2, -3, -4, -5. That means equivalence class containing 1, union equivalence class containing 2, union equivalence class containing 3 equal to set of integers z. അതായത് ഇതിൽ എന്തില്ല? കോമൺ എലമെന്റ്സ് ഇല്ല. അതുകൊണ്ട് പറയാം എന്ത് പറയാം? These are partitions of the set of integers z. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? 3r. r is a integer. ഇതിന്റെ പ്രത്യേകത എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3r plus 1 ആണ്. അപ്പൊ 3r plus 1. Here 3r plus 2. 3r plus 1, 3r plus 2. ഇതാണ് 3 equivalence classes of this relation R. 3 divides a minus b. ഇനി ഇത് നമുക്ക് വേറൊരു എക്സാമ്പിൾ 2 ഡിവൈഡ്സ് ആണെന്ന് എന്തായിരിക്കും? ഇനി നമുക്ക് ചെക്ക് ചെയ്യാതെ തന്നെ പറയാൻ പറ്റുമല്ലോ. 2 divides a minus b. ഇക്വിവാലൻസ് ക്ലാസ് ഏതൊക്കെയാണ്? 2 divides a minus b. അപ്പൊ ഏതാ വരിക? ഇവിടെ നമ്മൾ 1 കൊടുത്ത 1 minus 1 0 ആണ്. അപ്പൊ 1. 1 minus 2 minus 1 2 ഡിവൈഡ് ചെയ്യില്ല. 1 minus 3 1 minus 5 1 minus 7. Here 1 minus 1 minus 2, etc. That means odd integers. Here 0, 2, 4, 6, etc. -2, -4, etc. These odd integers related ആണ്. രണ്ട് ഓഡിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും. 2 ഡിവൈഡ് ചെയ്യുന്നത് ഈവൺ നമ്പർ തന്നെയാണ്. രണ്ട് ഈവൺ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്താണ്? ഈവൺ നമ്പർ ആണ്. 2 ഡിവൈഡ് ചെയ്യുന്നത് ഈവൺ നമ്പർ ആണ്. അപ്പോ ഇതിനെന്താ പറയാ? 2r എന്ന് പറയാ. ഇതിനെയോ 2r plus 1. പിന്നെ 2r plus 2 എന്ന് പറഞ്ഞാൽ തന്നെയാണ് 2r തന്നെയാണ്. 2r plus 2. റിമൈൻഡർ ഒന്നിക്കൽ 0 കിട്ടും, അല്ലെങ്കിൽ എന്താ കിട്ടുക? 1 കിട്ടും. 3r ന്റെ കേസിൽ റിമൈൻഡർ 0 കിട്ടും, 1 കിട്ടും, 2 കിട്ടും. ഇനി 4 ഡിവൈഡ്സ് ആണെങ്കിലോ 4 divides a minus b. അപ്പൊ ഏതൊക്കെ ഇക്വാലൻസ് ക്ലാസ് വരിക? ഒന്ന് എന്തായിരിക്കും? 4r ആയിരിക്കും. അടുത്തത് എന്താണ്? 4 റിമൈൻഡർ 1 കിട്ടുന്നത്. അടുത്തതോ റിമൈൻഡർ 2 കിട്ടുന്നത്. അടുത്തതോ റിമൈൻഡർ 3 കിട്ടുന്നത്. 4 ഇക്വാലൻസ് ക്ലാസ്സസ് ആണ് അവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് പാർട്ടീഷൻ ഓഫ് എ സെറ്റ്. Given an equivalence relation R in a set A, then this equivalence relation R divide A into mutually disjoint subsets AI called partitions. So, ഒരു equivalence relation തന്നാല് ആ equivalence relation divide the set into mutually disjoint subsets AI. ആ AI നെയാണ് നമ്മൾ എന്ത് പറയാ? പാർട്ടീഷൻസ് എന്ന്
പറയാം. അപ്പൊ നമ്മൾ 3 ഡിവൈഡ്സ് a മൈനസ് ബി. ഇൻ ദ കേസ് ഓഫ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഇക്വാലൻസ് ക്ലാസ് 3r 3r plus 1 3r plus 2 പറഞ്ഞില്ലേ. അപ്പൊ അവിടെയാണ് ഈ a i വരുന്നത്. ഇനി അതിന്റെ എന്തൊക്കെയാ പ്രത്യേകതകൾ ഉണ്ടാകുക? ഓൾ എലിമെന്റ്സ് ഓഫ് a i ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. a i യിലെ എലിമെന്റ്സ് റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് no elements of ai related to aj for i not equal to j. ai ലെ എലിമെന്റ്സ് aj ലെ എലിമെന്റ്സുമായിട്ട് എന്തല്ല, റിലേറ്റഡ് അല്ല. പിന്നെന്താണ് a1 യൂണിയൻ a2 യൂണിയൻ എക്സെട്ര യൂണിയൻ എത്ര an ആണെങ്കിൽ ഈക്വൽ ടു a ആയിരിക്കും. യൂണിയൻ ഓഫ് ഓൾ പാർട്ടീഷൻസ് ഈക്വൽ ടു a ആയിരിക്കും. പിന്നെ കോമൺ എലിമെന്റ്സ് ഉണ്ടാവില്ല. ai ഇന്റർസെക്ഷൻ aj ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. അത് നമുക്കൊരു പിക്ചറിലൂടെ ഇങ്ങനെ വരക്കാം. എ എന്ന് പറഞ്ഞ സെറ്റ്, ആ എ എന്ന് പറഞ്ഞ സെറ്റിന് a1 ഒരു പാർട്ടീഷൻ, a2 അനദർ പാർട്ടീഷൻ, a3 a4 ഇതേ രീതിയിൽ a5. ഇപ്പൊ ഇവിടെ 5 പാർട്ടീഷൻസ് ആണ് ഉള്ളത്. എ എന്ന് പറഞ്ഞ സെറ്റിന് എന്താണ് a1 a2 a3 a4 a5 കംപ്ലീറ്റ് ചേർന്നാൽ എ ആകും. കോമൺ എലിമെന്റ്സ് ഇല്ല. കോമൺ എലിമെന്റ്സ് എപ്പോഴാണ് ഉണ്ടാകുക? ഇങ്ങനെ a1 ഉം ഇങ്ങനെ a2 ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? കോമൺ എലിമെന്റ്സ് ഉണ്ടാകും. അങ്ങനെയില്ല. ഇത് a1 ഇത് a2. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിന് ഇതേ രീതിയിൽ പാർട്ടീഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോ ഏതൊരു ഇക്വിവാലൻസ് റിലേഷൻ തന്നാലും ആ ഇക്വിവാലൻസ് റിലേഷൻ സെറ്റിന് പാർട്ടീഷൻസ് ആക്കി മാറ്റും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. കൺസിഡർ ദ റിലേഷൻ ആർ ഓൺ a equal to set of all x belongs to set of integers set 0 less than or equal to x less than or equal to 12 given by r equal to set of all ordered pair a b such that modulus of a minus b is a multiple of 4. Find set of all elements related to 1 or equivalence class containing 1. നമ്മളത് ചെയ്തതാണ്. ഇപ്പോ 4 ഡിവൈഡ്സ് a മൈനസ് ബി ചെയ്തതാണ്. ഇവിടെ മോഡുലസ് ഓഫ് a മൈനസ് ബി റിലേറ്റഡ് ടു 1 മീൻസ് ഇക്വിവാലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 1. രണ്ടും സെയിം തന്നെയാണ്. 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലിമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് 1 മൈനസ് വിച്ച് എലമെന്റ് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. ഫസ്റ്റ് നമുക്കറിയാം 1 മൈനസ് 1 ഈക്വൽ ടു 0. പിന്നെ മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടുന്നത് എങ്ങനെയാണ്? 1 മൈനസ് 2 അല്ല, 1 മൈനസ് 3 അല്ല, 1 മൈനസ് 4 അല്ല, 1 മൈനസ് 5 1 മൈനസ് 5 ഈക്വൽ ടു മൈനസ് 4. മൈനസ് 4 is a multiple of 4 is 5. Next 6 7 8 9 1 minus 9 minus 8 1 5 9 0 less than or equal to x less than or equal to 12 ആണ്. നെക്സ്റ്റ് 9 കഴിഞ്ഞാൽ 13 ആണ്. 13 ഇതില്ലല്ലോ. അപ്പോ 1 ആയിട്ട് റിലേറ്റ് ചെയ്ത എലിമെന്റ്സ് ഏതൊക്കെയാണ്? 1 5 9 ആണ്. 2 ആയിട്ട് റിലേറ്റ് ചെയ്ത എലിമെന്റ്സ് ഏതൊക്കെയാണ്? ഇക്വിവാലൻസ് ക്ലാസ് കണ്ടെയ്നിങ് 2 ഏതൊക്കെയാ? 2. പിന്നെ മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടുന്നത് 2 മൈനസ് 6 ആണ്. 2 6 പിന്നെ 2 മൈനസ് 10 8. 3 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലിമെന്റ്സ് ഫസ്റ്റ് 3 3 3 7 11. നെക്സ്റ്റ് 4 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എലിമെന്റ് 4 0 4 ആയിട്ട് റിലേറ്റഡ് ആണ്. 0 4 8 12. അപ്പോ 1 2 3 4 0 ഉണ്ട്. 5 6 7 8 9 10 11 12 കംപ്ലീറ്റ് എലിമെന്റ്സ് ആയി മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. ഇതിന്റെ ഒക്കെ യൂണിയൻ എന്താ കിട്ടുന്നത്? എ ആണ് കിട്ടുന്നത്. Therefore these 4 sets are partitions of the set A. ഇത്രയാണ് ഇക്വിവാലൻസ് ക്ലാസ് പാർട്ടീഷൻസിനെ കുറിച്ച് പറയാനുള്ളത്.